ആത്മലോകത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എങ്ങനെ പരമോന്നത ബോധത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിപ്പിക്കാം? പ്രപഞ്ചം ഈ നിമിഷത്തിലാണ് ഉള്ളത്. ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോഴാണ് പൂർണ്ണമായ അവബോധത്തിൽ എത്തുക. മനുഷ്യൻ്റെ മനസ്സ് എന്നത് സുപ്രീം കോൺഷ്യസ്നസ് അഥവാ പരമോന്നത ബോധത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ മാത്രമാണ്. മനസ്സ് പ്രവർത്തിക്കുന്നത് ന്യൂറോൺ മെമ്മറിയെ ആശ്രയിച്ചാണ്. ന്യൂറോൺ മെമ്മറി സമയത്തിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. കൂടുതലും കഴിഞ്ഞുപോയ ഓർമ്മകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനസ്സ് ചിന്തകളെ സൃഷ്ടിക്കുന്നത്. മനസ്സിലുണ്ടാകുന്ന ചിന്തകളോ വികാരങ്ങളോ ഒന്നുമല്ല യഥാർത്ഥ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. കുട്ടിക്കാലം തൊട്ട് നമ്മൾ അനുഭവിച്ച ട്രോമകളും പഴയകാല ഓർമ്മകളും ദുഃഖങ്ങളും മാത്രമാണ് മനസ്സ് ചിന്തകളായി മനസ്സിലേക്ക് വരുന്നത്. മനസ്സിന് ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. കാരണം മനസ്സ് സമയത്തിനുള്ളിലാണ്. സമയമെന്നത് മനസ്സ് സൃഷ്ടിക്കുന്ന മായയാണ്. അതൊരു ഇല്യൂഷനാണ്. ഈ നിമിഷം എന്നത് സമയത്തിന് വെളിയിലാണ്. അതാണ് യഥാർത്ഥം. എന്നാൽ നമ്മളിലുള്ള അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് മെമ്മറി സമയത്തെ ആശ്രയിച്ചല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ നിമിഷത്തിൽ പ്രവർത്തിക്കുന്നു. അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് മെമ്മറി മനസ്സിൻ്റെ ചിന്തകൾക്കിടയിൽ ഒരു ചെറിയ സ്പേസിലാണുള്ളത്. മനസ്സ് നിശ്ചലമായി നിൽക്കുന്ന ഒരിടമാണത്. അതിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അവിടെ സമയത്തിന് പ്രാധാന്യമില്ല. ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. രണ്ട് ചിന്തകൾക്കിടയിലുണ്ടാകുന്ന ഒരു ചെറിയ സ്പേസ്, ഇടവേള, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് വരെ ചിന്തകളെ നിരീക്ഷിക്കണം. ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ അതിനോട് ഒരിക്കലും പ്രതികരിക്കാൻ പോകരുത്. വെറും സാക്ഷിയായി മാത്രം നിരീക്ഷിക്കുക. അടുത്ത ചിന്ത എന്താണെന്നറിയാൻ കാത്തിരിക്കുക. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ചിന്തകൾ ഒടുങ്ങി നമ്മൾ ഈ നിമിഷത്തിൽ എത്തിച്ചേരും. ആ സ്പേസാണ് മനസ്സിൻ്റെ നിശ്ചലത. അവിടെയാണ് അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് മെമ്മറി ഉള്ളത്. അപ്പോൾ അതുവരെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പാറ്റേണുകളെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലായി തുടങ്ങും. ചിന്തകൾക്കിടയിലുള്ള ഈ ഒരു സ്പേസ് ഈ നിമിഷമാണ്. അതാണ് പ്രസൻറ്റ്. ഈ നിമിഷം മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ളൂ. മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകളെല്ലാം വെറും ഇല്യൂഷനാണ്, മായയാണ്. സമയം എന്നതും മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു മായയാണ്. ഈ നിമിഷത്തെ അവബോധത്തിലെത്തുമ്പോൾ മനസ്സിൻ്റെ ആവർത്തന ചിന്തകളിൽ നിന്നും ഫീലിംഗ് ബ്ലോക്കുകളിൽ നിന്നും പൂർണ്ണമായി മോചനം ലഭിക്കുകയും ആന്തരിക ജ്ഞാനവും സന്തോഷവും ഉടലെടുക്കാൻ തുടങ്ങും. അവിടെ ഇന്നലകളിൽ സംഭവിച്ച മനസ്സിനെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ടാവില്ല. നാളെയെക്കുറിച്ചുള്ള വേവലാതികളുമില്ല. അങ്ങനെ തുടരുമ്പോൾ തന്നെ മനസ്സിൻ്റെ ചിന്തകളിൽ നിന്ന് മോചനം ലഭിക്കുകയും ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും ബോധവുമായി ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് വളരെ നേർത്ത പ്രകൃതി ശബ്ദങ്ങൾ പോലും നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ ഹൃദയമിടിപ്പ് പോലും നമ്മൾക്കറിയാൻ തുടങ്ങും. സ്ഥലകാല ബോധത്തോടെ ഇരിക്കുന്ന നമ്മളെ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായ ബോധത്തിലെത്തുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രകൃതിയിലെ ഓരോ കാഴ്ചയും നമുക്ക് അതിമനോഹരമായി അനുഭവപ്പെടും. വളരെയധികം സന്തോഷം തോന്നും. സന്തോഷം ഭൗതിക വസ്തുക്കളിലല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങും. ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.